നമസ്കാരം. സി ന്യൂസ് ലൈവ് സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസ്ലി ജോൺ. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. എന്നും സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മാർപ്പാപ്പ ആദ്യത്തെ അർജന്റീനക്കാരനായ മാർപ്പാപ്പയായി സ്ഥാനമേറ്റതും ഒരു സർപ്രൈസ് ആയിരുന്നു. ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് പല തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എടുത്ത വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. ആശുപത്രി കിടക്കയിൽ ആയിരുന്നപ്പോഴും സർപ്രൈസ് കൊടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നും രോഗം ഭേദപ്പെട്ട് വത്തിക്കാനിൽ തിരികെ എത്തിയതും ഒരു സർപ്രൈസ് ആയിരുന്നു. മരിക്കുന്നതിന് ഒരു ദിവസം മുൻപും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അപ്രതീക്ഷിതമായി മാർപ്പാപ്പയുടെ സാന്നിധ്യം കണ്ട വിശ്വാസികൾ അമ്പരന്നു. മാർപ്പാപ്പയുടെ മരണവും വ്യത്യസ്തമായിരുന്നില്ല. ലോകത്തിന് തന്നെ സർപ്രൈസ് കൊടുത്തുകൊണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് പാപ്പ യാത്രയായി. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുള്ള മാർപ്പാപ്പ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾ ബാക്കിയാക്കി നിത്യയാത്രയിലേക്ക് മടങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പ പല കാര്യങ്ങളിലും ആദ്യത്തേതായി മാറി. ആദ്യത്തെ ജെസ്യൂട്ട് മാർപ്പാപ്പ, ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പ, തന്റെ മുൻഗാമി ജീവിച്ചിരിക്കുമ്പോൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കർദിനാൾ, അപ്പസ്തോലിക കൊട്ടാരത്തിന് പുറത്ത് താമസമാക്കിയ ആദ്യ മാർപ്പാപ്പ, മിഡിൽ ഈസ്റ്റ് ആദ്യമായി സന്ദർശിച്ച മാർപ്പാപ്പ, അബ്രഹാമിന്റെ നാടായ ഊറിൽ ആദ്യം കാലുകുത്തിയ മാർപ്പാപ്പ, മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ മുസ്ലിം രാജ്യങ്ങളുമായി ചേർന്ന് ഒപ്പുവെച്ച ആദ്യ മാർപ്പാപ്പ, സഭയെ ഭരിക്കുന്നതിനായി ഒരു കർദിനാൾമാരുടെ കൗൺസിൽ സ്ഥാപിച്ച ആദ്യ മാർപ്പാപ്പ, ക്യൂരിയയിലെ സ്ത്രീകൾക്കും സാധാരണക്കാർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ആദ്യ മാർപ്പാപ്പ, ആത്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനഡിന്റെ തുടക്കമിട്ട മാർപ്പാപ്പ, ലൈംഗിക പീഡന കേസുകളെ സംബന്ധിച്ച് സുതാര്യത കൊണ്ടുവന്ന മാർപ്പാപ്പ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് വധശിക്ഷ ഔദ്യോഗികമായി നീക്കം ചെയ്ത മാർപ്പാപ്പ, UN വാർഷിക പരിസ്ഥിതി യോഗത്തിൽ ആദ്യമായി പങ്കെടുത്ത മാർപ്പാപ്പ, സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി യൗസപിതാവിനായി ഒരു വർഷം സമർപ്പിച്ച മാർപ്പാപ്പ, വത്തിക്കാനിൽ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയും ചെലവ് ചുരുക്കലും നടപ്പാക്കിയ മാർപ്പാപ്പ, കൂടാതെ 4 സൂനകദോസുകൾ സംഘടിപ്പിക്കുകയും ലുമിൻ ഫിദേയി, ലൗദാത്തോ സി, ഫ്രatelli tutti, ദിലെക്സിത് നോസ് എന്നീ 4 ചാക്രിക ലേഖനങ്ങളും 7 ശ്ലൈകിക ലേഖനങ്ങളും 3 സിനഡാനന്തര രേഖകളും, കാനോൻ നിയമം പരിഷ്കരിച്ചുകൊണ്ട് 60 മോട്ടു പ്രോപ്പിയയും ദ ഹോപ്പ് എന്ന ആത്മകഥയും പാപ്പ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 900 പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച് ഏറ്റവും കൂടുതൽ പേർക്ക് വിശുദ്ധ പദവി സമ്മാനിച്ച മാർപ്പാപ്പമാരിൽ ഒരാളായും ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രത്തിൽ ഇടം നേടി. അതിൽ 3 പേർ തന്റെ മുൻഗാമികളായ മാർപ്പാപ്പമാരായി. കൂടാതെ 500ഓളം തവണ പൊതുസദസ്സിൽ പങ്കെടുത്തു. 9 ഭാഷകളിലായി 53 മില്യൺ പേർ ട്വിറ്ററിൽ മാർപ്പാപ്പയെ അനുധാവനം ചെയ്യുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ട്വിറ്റർ 2012 ആദ്യമായി ആരംഭിച്ചത്. ആടുകളുടെ ഗന്ധമുള്ള ഇടയരാവണമെന്ന് വൈദികരെ കൂടെ ഓർമ്മിപ്പിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ. കുഞ്ഞുങ്ങളുടെ ചങ്ങാതിയായിരുന്നു പാപ്പ. സ്ത്രീകളോടും കുട്ടികളോടും ഗർഭിണികളോടും പ്രത്യേക പരിഗണനയും സ്നേഹവും കാണിച്ചു. അഭയാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച മാർപ്പാപ്പ, സമാധാനത്തിനു വേണ്ടി നിർത്താതെ ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ, ആയുധങ്ങൾ നിശബ്ദമാക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ, യുദ്ധം പരാജയമാണെന്ന് ഏതാണ്ട് 300 തവണ പലപ്പോഴായി ആവർത്തിച്ചു മാർപ്പാപ്പ, മാർപ്പാപ്പമാരുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ചിലവ് കുറയ്ക്കാൻ നടപടിയെടുത്ത മാർപ്പാപ്പ. ഇങ്ങനെ തുടർന്നാൽ തീരില്ല പാപ്പയുടെ വിശേഷണങ്ങൾ. ദൈവത്തിന്റെ കരുണ, ദയ, അനുകമ്പ, സ്നേഹം, ആർദ്രത തുടങ്ങിയവ ഈ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ദൈവസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് പാപ്പ. പാപികളെ ചേർത്ത് പിടിച്ച, ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചതിനാൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പാപ്പയ്ക്ക്. അവസാന ദിവസം വരെയും കർമ്മനിരതനായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ആശുപത്രി കിടക്കയിലും തന്റെ ഉത്തരവാദിത്തങ്ങൾ മുടങ്ങാതെ നിറവേറ്റി. ചെയ്യാൻ വെച്ചത് പലതും ബാക്കിയാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയാകുമ്പോൾ സഭാ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്.